ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് നിതിൻ. ഞാനൊരു ബൈക്ക് റൈഡറാണ്. സോ ഒരു ബൈക്ക് റൈഡർ ആയതുകൊണ്ട് തന്നെ ബൈക്ക് റിലേറ്റഡ് ദെൻ ട്രാവലിംഗ്, ദെൻ റിവ്യൂസ്, ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള കുറച്ച് ഫൺ വീഡിയോസ്, ഇതൊക്കെയാണ് എൻ്റെ ചാനൽ കൂടുതലായും കാണാൻ കഴിയുന്ന കണ്ടൻറ്റ്സ്. സോ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നേരെ കിടക്കാം. സോ ഇന്നത്തെ വീഡിയോ ഒരു ടോപ്പ് ബോക്സിനെ പറ്റിയിട്ടാണ്. സോ ടോപ്പ് ബോക്സ് വേറെ ഒന്നുമല്ല, നമ്മൾ ബൈക്കിൻ്റെ ബാക്കിൽ ഒരു കാരിയറിൻ്റെ മേലെ ഫിറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ, ലഗേജൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയൊരു ഇത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അലുമിനിയം ബോക്സസ് ആണ് ഈ ടോപ്പ് ബോക്സ് എന്ന് പറയുന്നത്. ടോപ്പ് ബോക്സ് വളരെ കൺവീനിയൻ്റ് ആണ്. കാരണം വേറെ ഒന്നുമല്ല, ലോങ് റൈഡൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് എവിടേക്കും വണ്ടി പാർക്ക് ചെയ്തിട്ട് എവിടേക്കും നടന്ന് പോകണമെന്ന് വെച്ചോ, ഇല്ല ട്രക്കിങ്ങിന് പോകണമെന്ന് വെച്ചോ, സോ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ എല്ലാ ലഗേജും സേഫായിട്ട് ഈ ടോപ്പ് ബോക്സിൽ വെച്ചിട്ട് ലോക്ക് ചെയ്ത് നമുക്ക് പോവാം. അതാണ് ഈ ടോപ്പ് ബോക്സിൻ്റെ ഒരു ഗുണം. സോ സഡിൽ ബാഗ് എന്തുകൊണ്ടാണ് അത്ര സേഫ് അല്ല അല്ലെങ്കിൽ കൺവീനിയൻ്റ് അല്ല എന്ന് പറയുന്നത്, കാരണം നമുക്ക് എവിടെ ലോക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ബാഗ് എടുത്തിട്ട് വേണം നമ്മൾ നടക്കാൻ, അല്ലെങ്കിൽ ഹോട്ടലിലേക്ക് ബാഗ് എടുത്തിട്ട് വേണം നടക്കാൻ. സോ ഇത് നമുക്ക് ഈസി ആയിട്ട് ലോക്ക് ചെയ്ത് കൊണ്ടുപോകാം. അതുമാത്രമല്ല, ഇതൊരു കീ വെച്ചിട്ട് നമുക്ക് അൺലോക്ക് ചെയ്തിട്ട് നേരെ ഹോട്ടലിലേക്ക് വേണമെങ്കിൽ എടുത്തിട്ട് പോകാൻ വേണ്ടി പറ്റും. സോ സേഫ്റ്റി വൈസ് നല്ല ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ ടോപ്പ് ബോക്സ് തരുന്നത് നമ്മൾക്ക് സഡിൽ ബാഗ് വെച്ച് നോക്കുമ്പം. സോ ഞാൻ വാങ്ങിയത് ബാൻഡിഡോസിൻ്റെ ഓൺലൈൻ സൈറ്റിൽ നിന്ന് ഞാൻ വാങ്ങിയത്. സോ ഇതാണ് ഞാൻ വാങ്ങിയ ടോപ്പ് ബോക്സ്. JB റേസിംഗ് ബ്രാൻഡിങ് ആണ്, അതായത് ബാൻഡിഡോസിൻ്റെ ഓൺ ബ്രാൻഡാണെന്ന് തോന്നുന്നു ഈ JB റേസിംഗ്. സോ കാണാനൊക്കെ നല്ലൊരു ലുക്കുണ്ട്. ബാക്കിലൊരു റെഡ് കളർ റിഫ്ലക്ടറൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാക്കിലോട്ട് പോകുമ്പോൾ ഒരു ബാക്ക് റെസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഡിഫക്റ്റ് നമുക്ക് കാണാൻ കഴിയും. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവരുടെ ഗാരേജ് സെയിൽ എന്നൊരു ഓപ്ഷനിലാണ് വാങ്ങിയത്. ചെറിയ ഡിഫക്റ്റുള്ള പീസുകളൊക്കെ അവർ അവിടെയാണ് സെയിൽ ചെയ്യുന്നത്. നല്ലൊരു ഓഫർ പ്രൈസിൽ കിട്ടിയതുകൊണ്ട് വാങ്ങിയതാണ്. സോ മറ്റ് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും കാണാനില്ല. നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല സോളിഡ് ബോഡിയാണ്. സോ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റമൊക്കെ ഇവിടെയുണ്ട്. നമുക്കത് ഫിറ്റ് ചെയ്യുമ്പം നോക്കാം. സോ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ വന്നത് ആക്സസറിയാണ് ഈ ഒരു സാധനം. ഈ ഒരു ഫൈബറിൻ്റെ പ്ലേറ്റ് ആണ് ഇതിൻ്റെ കൂടെ വന്നത്. സോ ആദ്യം നമ്മൾ ഇത് ഫിക്സ് ചെയ്യണം. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു രണ്ട് ലോക്കിലേക്കാണ്, ഈ രണ്ട് ഗ്യാപ്പിലേക്കാണ് ആ ടോപ്പ് ബോക്സിൻ്റെ ലോക്ക് വന്ന് ഇറങ്ങുന്നത്. പിന്നെ ഇവിടെ വന്ന് ലോക്കാവും, ഈ ഒരു പാർട്ടിൽ വന്ന് ലോക്കാവും. ഇത് ഫിക്സ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എക്സ്പൾസിൽ ഡയറക്റ്റായിട്ട് ഇത് ഫിക്സ് ചെയ്യാൻ കഴിയില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇതിന് ചെറിയൊരു സപ്പോർട്ട് ഇവിടെയുള്ളൂ, ചെറിയൊരു പാർട്ട് ഇതിൻ്റെ മേലെയുള്ളൂ. കാരണം ഇതിന് ഡിഫറൻസ് ഉണ്ട് സൈസിൻ്റെ. സോ ഇതൊരു ഫൈബറിൻ്റെ പീസാണ്. സോ ഇത് ഡയറക്റ്റ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ സജസ്റ്റ് ചെയ്തത്. ഞാൻ ബാൻഡിഡോസിൽ വിളിച്ചപ്പോൾ അവർ സജസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇതിനൊരു സെപ്പറേറ്റ് പ്ലേറ്റ്, ടോപ്പ് പ്ലേറ്റും കൂടി വാങ്ങിയാൽ ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്. സോ അങ്ങനെ വാങ്ങിയാണ് ഈ ടോപ്പ് പ്ലേറ്റ്. ലെജൻഡറി കസ്റ്റം ബിൽറ്റിൻ്റെ ടോപ്പ് പ്ലേറ്റാണിത്. സോ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഇത് ഞാൻ ഓഫറിൽ വാങ്ങിയതല്ല, ഇത് ആക്ച്വലി ഡയറക്റ്റ് അവരുടെ സൈറ്റിലുണ്ടായിരുന്നു. ചെറിയൊരു ഓഫർ കിട്ടിയായിരുന്നു എനിക്ക്. നമ്മൾക്ക് ആദ്യം ഫിക്സ് ചെയ്യേണ്ടതാണ് ഈ ഒരു ടോപ്പ് പ്ലേറ്റ്. സോ നമുക്ക് നേരെ അത് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇതിൻ്റെ അടുത്ത് അത്യാവശ്യം ടൂൾസൊക്കെ ഉണ്ട്. ആ ടൂൾസൊക്കെ വെച്ച് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുമോ നോക്കാം. സോ നോർമലി ആ ഷോർട്ട് റൈഡൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ബഞ്ചി കോഡാണിത്. സോ ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് വേണം അതിൽ ഫിക്സ് ചെയ്യാൻ. ഈ ടോപ്പ് ലൈറ്റിൽ വേണമെങ്കിൽ ചെറിയ എക്സ്പ്രസിന് കൂടെ വരുന്ന ടോപ്പ് ലൈറ്റിൽ വേണം ഈ ഒരു വലിയ ടോപ്പ് ലൈറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്കിതൊക്കെ റിമൂവ് ചെയ്യാം. വണ്ടി വാഷ് ചെയ്തിട്ട് കുറച്ചായി, അതുകൊണ്ടാണ് ഫുൾ ഡസ്റ്റായി കിടക്കുക വണ്ടി. സോ ഇതൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് നോക്കാം. അതിൻ്റെ കൂടെ ഫിക്സ് ചെയ്യേണ്ട നെറ്റും ബോൾട്ടൊക്കെ ഇതിന് കൂടെ തന്നെ അവർ തന്നിട്ടുണ്ട്. സ്ക്രൂ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. അതിന് കൂടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ സ്ക്രൂ ഡ്രൈവറും പിന്നെ ഒരു നട്ട്സൊക്കെ അവർ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. സോ ഫിക്സ് ചെയ്യാനുള്ള ഒരു എല്ലങ്കി ആണ് വേണ്ടതിൻ്റെ, എല്ലങ്കി സ്ക്രൂ ആണ്, എല്ലങ്കി നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം. സോ ഇതാണ് ആ ഒരു ടോപ്പ് പ്ലേറ്റ്, ലെജൻഡറി കസ്റ്റമിൻ്റെ ആ ലോഗോ ഇവിടെ വരുന്നുണ്ട്. സോ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഫിക്സ് ആവും. സോ ഇതിൻ്റെ മേലെ നമുക്കിങ്ങനെ ഫിക്സ് ചെയ്യണം. സോ ഞാൻ ഒരു സ്മോൾ സൈസാണ് വാങ്ങിയത്. കാരണം ഭയങ്കര വലിയ ഇത്ര ഒരു സൈസ്, ഒരു ലാർജ് സൈസൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ ആ ലുക്ക് സപ്പോസ് നമ്മൾ ആ ടോപ്പ് ബോക്സ് വെച്ചിട്ടില്ല. സോ നോർമൽ ഇപ്പോൾ ഓഫീസൊക്കെ റെഗുലർ യൂസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ടോപ്പ് ബോക്സ് യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോൾ, സോ വലിയ ടോപ്പ് ലൈറ്റൊക്കെ വെക്കുമ്പോൾ വണ്ടീൻ്റെ ഓവറോൾ ലുക്ക് നമ്മൾ നഷ്ടപ്പെടും.
സോ അതുകൊണ്ടാണ് ചെറിയൊന്ന് ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ടോപ്പ് പ്ലേറ്റ് വാങ്ങിയത്. സോ ഫസ്റ്റ് തിങ് ഈ ഒരു റബ്ബർ പീസ് നമുക്ക് റിമൂവ് ചെയ്യാം. ഇത് റിമൂവ് ചെയ്ത് ഭയങ്കര ഈസിയാണ്, പ്രത്യേകിച്ച് എഫോർട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. സോ കാണാൻ കഴിയും ഈ കറക്റ്റ് ഈ 4 ബോൾട്ടിലാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് 4 ബോൾട്ടിൽ നിന്ന് റിമൂവ് ചെയ്യാം. സോ സ്വന്തമായിട്ട് നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ തന്നെ ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത്യാവശ്യം മിനിമം ലെവലിൽ ടൂൾസൊക്കെ മേടിക്കുന്നത് നല്ലതാണ്. ബേസിക് ടൂൾസൊക്കെ മേടിച്ചാൽ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ തന്നെ ഒറ്റക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ചില ബോൾട്ട് മാത്രം കുറച്ച് ഓവർ ടൈറ്റാണ്, കമ്പനി വരുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് സേഫായിട്ട് ഈ സ്ഥലത്ത് വെക്കാം. സോ ഫസ്റ്റ് തിങ് ഈ 4 നട്ട്സ് വന്ന് ഈ 4 നട്ട്സ് നമ്മൾക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം. കറക്റ്റാണ്. 4 നട്ട്സ് ഇത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ പ്ലേറ്റ് അതിൻ്റെ മേലെ വെക്കുക. ഇത് ടൈറ്റ് ചെയ്യാം. വളരെ സിമ്പിളാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്, വലിയ എഫേർട്ടൊന്നും ഇല്ല. സോ എൻ്റെ അടുത്ത് ഓൾറെഡി അല്ലെങ്കിൽ ഉണ്ടായിരുന്നു, ചെറിയൊരു അല്ലെങ്കിൽ. സോ അത് കറക്റ്റാണ്. ഈ സ്ക്രൂവിന് നേരെ ഫിക്സ് ചെയ്യാൻ നോക്കും. ഇതൊക്കെ പുറത്തൊരു ഷോപ്പിൽ കൊണ്ട് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു 300 റുപ്പീസെങ്കിലും ഇൻസ്റ്റലേഷൻ ചാർജ് കൊണ്ട് മേടിക്കും. സോ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സോ നമുക്ക് വണ്ടിയുടെ മേലെ ഒരു ഇൻട്രസ്റ്റും കൂടും. ഇങ്ങനെയൊക്കെ വീട്ടിൽ തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ മൈനർ വർക്കൊക്കെ ചെയ്യുമ്പോൾ. നല്ലോണം ടൈറ്റ് ചെയ്യാം. ആ ഒരു വർക്ക് കഴിഞ്ഞു. നമുക്ക് ഇങ്ങനത്തെ 4 പീസ് കിട്ടും. ആ പീസ് നല്ലൊരു വാഷർ പോലത്തെ ഒരു പീസാണ്. കറക്റ്റ് നമ്മൾ സെൻറ്റർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എനിക്കിപ്പോൾ ഹോൾസ് നോക്കിയാൽ 1 2 3 4 5 6 7 8 ഹോൾസ് വരുന്നുണ്ട്. ആ ഹോൾസിൽ നമുക്കിത് അലൈൻ ചെയ്ത് വെക്കണം. ഫസ്റ്റ് നമ്മൾ വേണ്ടത് ഈ ഒരു 4 പീസ് വരുന്നത് വാഷർ പോലത്തെ കറക്റ്റായിട്ട് നമുക്ക് സെൻറ്റർ പിടിച്ചിട്ട് ഒരു ഏകദേശം ഒരു കണക്കിൽ എവിടെയാണ് ആ ഹോൾസ് കറക്റ്റ് സെറ്റ് ആവുന്നത് അവിടെ വെക്കുക. എനിക്കിവിടെ ഹോൾസ് നോക്കിയാൽ ഈ 2 ഹോൾസ് ഇവിടെ സെറ്റ് ആവുന്നുണ്ട്. സോ അതിന് കണക്കായിട്ട് അവിടെ വെക്കുക. നമ്മൾ ഒന്നിവിടെ വെച്ചു, ഒന്നവിടെയും വെച്ചു. സോ എനിക്കത്ര സെറ്റായി വരുന്നില്ല ഈ സൈഡിലുള്ളത്. അപ്പം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. ഏകദേശം കറക്റ്റായിട്ട് വരുന്നുണ്ട്. സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്ത് നോക്കാം കറക്റ്റാവുമെന്ന്. സോ അല്ലെങ്കിൽ സ്ക്രൂ ആണ് ഇതിൻ്റെ കൂടെ വരുന്നത്. സോ അതിൻ്റെ കൂടെ ഒരു വാഷറും വരുന്നുണ്ട്. സോ വാഷർ നേരെ സ്ക്രൂവിലേക്ക് ഇട്ട് അതിനുശേഷം രണ്ട് സ്ക്രൂ കൂടെ നമുക്ക് ഇതിനുള്ളിൽ കയറ്റാം. ഏകദേശം ഒരു അലൈൻ ചെയ്തിട്ട് ലാസ്റ്റത്തെ ഹോളിൽ, അതായത് ഈ 2 ഹോളിൽ ഫസ്റ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം. സോ ഞാനിവിടെ ഒന്നിട്ടു. അടുത്ത് നമുക്ക് ഇവിടെ ഇടാം. ഏകദേശം കറക്റ്റാണ്, വലിയ പ്രശ്നമില്ല.
ടൈറ്റായി നിൽക്കുന്നുണ്ട്. നമ്മൾ താഴത്തെ ബോൾട്ട് വെച്ചും ടൈറ്റ് ചെയ്യാം. അത് ഏകദേശം അലൈനായിട്ട് നിൽക്കുന്നുണ്ട്. വലിയ സീനില്ല, കറക്റ്റാണ്. സോ നേരെ നമ്മൾക്ക് താഴത്തെ ഈ നട്ട്സ് ഫിക്സ് ചെയ്യാം. സോ അതിൻ്റെ കൂടെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്ത ഒരു എല്ലെങ്കിയാണിത്. ഇതിൻ്റെ കൂടെ തന്നെ ആ പൗച്ചിൽ തന്നെ വരുന്നതാണ്, ഈ സ്ക്രൂവിൻ്റെ കൂടെ തന്നെ. നേരെ നമുക്ക് ബോൾട്ട് വരുന്നത് ഒരു ഗമ്മിങ് ഉള്ളൊരു ടൈപ്പ് ഓഫ് ബോൾട്ടാണ്. കാരണം വൺസ് ഫിക്സ് ചെയ്താൽ അത്ര ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ തെഫ്റ്റൊക്കെ കുറച്ച് അവോയ്ഡ് ആവും. പെട്ടെന്ന് ആർക്കും നമുക്ക് ബോക്സൊക്കെ ഈ സാധനങ്ങൾക്ക് റിമൂവ് ചെയ്ത് ആർക്കും അടിച്ചു മാറ്റി കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. സോ ഒരു സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നേരെ അതിൻ്റെ സ്ക്രൂ ഇടാം. കുറച്ച് ടൈറ്റാണ്, ഗമ്മ് വരുന്നതുകൊണ്ട്. സോ നമുക്ക് താഴെ ഒരു സ്പാനർ വേണ്ടി വരും തോന്നുന്നു. ഒരു ഉള്ളിലെ ഗമ്മ് വരുന്നുണ്ട്, അതിലൊരു വാഷർ പോലെ, പ്ലാസ്റ്റിക് വാഷർ പോലെ വരുന്നുണ്ട്. സോ നമുക്കൊരു താഴെ സ്പാനർ വേണ്ടി വരും ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എൻ്റെ അടുത്തൊരു കട്ടിംഗ് ലെയർ ഉണ്ട്. സോ ആ കട്ടിംഗ് ലെയർ കൊണ്ട് നമുക്ക് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കൈ കൊണ്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. സോ നമുക്കത് ഹോൾഡ് ചെയ്ത് അങ്ങനെ പിടിക്കാം. അല്ലെങ്കിൽ വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യാം. കുഴപ്പമൊന്നും ലേസി കയറി പോകുന്നുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യേണ്ട, കുറച്ച് ലൂസിൽ വിടാം. കാരണം അടുത്ത ബോൾട്ട് ഇട്ടിട്ട് അതിന് ഏകദേശം ആ ലെങ്ത്തൊക്കെ സെറ്റായി വരുന്നവരെ ഒന്ന് ഫ്രീ ആയിട്ട് വിടാം. നെക്സ്റ്റ് അടുത്ത സൈഡിലെ ബോൾട്ടും നമുക്ക് ഒന്ന് ടൈറ്റ് ചെയ്യാം എടുത്തിട്ട്. സോ ഫസ്റ്റ് നമ്മൾ ആ ഗമ്മുള്ള സൈഡ് താഴെയാണ് വരേണ്ടത്. നമുക്ക് മനസ്സിലാവും, ബ്ലൂ കളർ ഒരു ഗമ്മ ഒരു ഫൈബറിൻ്റെ പീസുമാണ്. ആ പോർഷൻ ഒന്ന് താഴെ വെക്കുക, ഈ ഒരു പോർഷൻ മേലെ വെക്കുക ഫിക്സ് ചെയ്യുമ്പോൾ. സോ ഫസ്റ്റ് ഈ 2 സ്ക്രൂ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം നമുക്ക് അലൈൻമെൻറ്റ് പിന്നെ മാറില്ല. സോ ആ ബാക്കി 2 സ്ക്രൂ എവിടെയാണ് ആ ഗ്യാപ്പ് കിട്ടുന്നത് നമ്മൾക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഫിക്സ് ചെയ്യാം. സോ ഈ 2 ബോൾട്ട് ഏകദേശം ടൈറ്റായി. നമുക്ക് അടുത്ത 2 ബോൾട്ട് എവിടെയാണ് ഫിക്സ് ചെയ്യാൻ പറ്റുമോ നോക്കാം. സോ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി, വേറെ ഒന്നുമല്ല. ഈ ഒരു പീസ് നമ്മൾ താഴെ ഇങ്ങനെ ഫിക്സ് ചെയ്യണം. സോ അത് മിസ് ചെയ്ത് പോയി. ഈ ഒരു പീസ് സംഭവം അവിടെ പോയിട്ട് ലോക്ക് ആവണം. സോ നമുക്കൊന്നും കുഴപ്പമില്ല, ഒന്നുകൂടി നമുക്ക്. സോ ഫസ്റ്റത്തെ ഇങ്ങനത്തെ മിസ്റ്റേക്കൊക്കെ വരും, ഫസ്റ്റ് ടൈം ചെയ്യുന്നതല്ലേ. അപ്പം ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഒന്നുകൂടി ഇത് വെച്ചിട്ട് ഫിക്സ് ചെയ്യാൻ നമുക്ക്. അത്യാവശ്യം ലെങ്ത്തുള്ള സ്ക്രൂ ആണ്. സോ കുറേ നേരം തിരിക്കേണ്ടി വരും. സോ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഏകദേശം ഈ ഒരു കറക്റ്റായിട്ട് ലോക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വെച്ചിട്ട് നേരെ സ്ക്രൂ ഇടാം. ത്രെഡ് ഇടുമ്പം ത്രെഡ് മാറിപ്പോകാതെ ശ്രദ്ധിക്കുക. സോ ഫസ്റ്റ് കയ്യിലിട്ട് നോക്കിയിട്ട് ശേഷം വേണം നേരെ ടൈറ്റ് ചെയ്യാം. നേരെ ടൈറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ കട്ടിംഗ് പ്ലെയർ വെച്ച് ചെയ്യേണ്ടി വന്നു. പിന്നെ രണ്ടാമത് കുറച്ച് ലൂസായി, ഇപ്പം വലിയ സീനില്ല. താഴെ കൈ കൊണ്ട് പിടിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തിരിക്കാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റത്തെ ബോൾട്ട് ഞാൻ കറക്റ്റായി ഫിക്സ് ചെയ്തു. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പ്ലേറ്റ് വെച്ച് ഈ താഴെ വെച്ചിട്ട് വേണം ഫിക്സ് ചെയ്യാൻ. കറക്റ്റായി ലോക്ക് ചെയ്യുന്ന രീതിയിൽ വേണം, 2 സ്ഥലത്തും ടച്ച് ആവുന്ന, അതായത് താഴത്തെ പ്ലേറ്റിൽ ടച്ച് ആവുന്ന രീതിയിൽ വേണം ഫിക്സ് ചെയ്യാൻ. സോ അടുത്ത സൈഡിലുള്ള ബോൾട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. സോ നിങ്ങൾ ബോൾട്ടും നട്ട്സും ടൈറ്റ് ചെയ്യുമ്പം ഫസ്റ്റ് നമ്മൾക്ക് ആ താഴത്തെ പ്ലേറ്റിലെ പൊസിഷൻ വലിയ ശ്രദ്ധിക്കേണ്ട. സോ ഓൾമോസ്റ്റ് ടൈറ്റ് ആവുന്ന രീതിയിൽ എത്തുമ്പോൾ താഴത്തെ ഒരു വാഷർ പോലത്തെ പ്ലേറ്റ് ഏകദേശം ലോക്കിംഗ് പൊസിഷനിലാണോ നോക്കണം. സോ ഈ പ്ലേറ്റ് കണ്ടോ, കറക്റ്റായിട്ട് 2 സ്ഥലത്ത് ലോക്കായി നിൽക്കുന്നുണ്ട്. താഴത്തെ പ്ലേറ്റിൽ തന്നെ വേറെ ടച്ച് ചെയ്യാതെ, ഈ ഒരു പ്ലാസ്റ്റിക് പീസിൽ ടച്ച് ചെയ്യാതെ നിൽക്കണം, ലോക്കായി നിൽക്കണം. സോ അതേപോലെ ലാസ്റ്റ് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പീസും അതുപോലെ നിൽക്കുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. ഇത് നമുക്ക് അടുത്ത എവിടെ ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, കറക്റ്റ് നമുക്ക് എവിടെയാണ് ഗ്യാപ്പ് ഉള്ളത്, എവിടെയെങ്കിലും ഗ്യാപ്പ്, കറക്റ്റ് ഈ ഗ്യാപ്പിൽ നമുക്ക് ഈ പ്ലേറ്റ് വെച്ചിട്ട് ലോക്ക് ചെയ്യണം. സോ ഏകദേശം എൻ്റെ ഹോൾ ഇവിടെ സെറ്റാവുന്നത്, എവിടെയാണ് സെറ്റാവുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഹോൾ ഏകദേശം എവിടെയാണ് സെറ്റാവുന്നത്. സോ ഈ സൈഡിൽ ഏകദേശം സംഭവം ഫിക്സ് ചെയ്തു. സോ ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, താഴത്തെ ആ ഒരു കാരിയറിന് നമ്മൾ സ്ക്രാച്ച് ആവാതെ ശ്രദ്ധിച്ചാൽ നല്ലത്. സോ നമ്മളങ്ങനെ 4 ബോൾട്ടും ടൈറ്റ് ചെയ്തു. നമുക്ക് അടുത്തത് ഇതിൻ്റെ മേലത്തെ ടോപ്പ് പ്ലേറ്റ്
ടോപ്പ് ലൈറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു കവർ വരുന്നുണ്ട്, ആ ഒരു കവർ നമുക്ക് ഫിക്സ് ചെയ്ത് നോക്കാം. സോ ഇതാണ് ഇതിൻ്റെ ഒരു കവർ, ടോപ്പ് കവർ. സോ ഈ ഒരു അൺഫിനിഷ്ഡ് ലുക്കൊക്കെ മാറി, ഈ കവർ ഇടുമ്പോൾ ഈ ഒരു അൺഫിനിഷ്ഡ് ലുക്കൊക്കെ മാറി നല്ല നീറ്റ് ലുക്ക് കിട്ടും. സോ ഇത് ഏകദേശം ഫിക്സ് ചെയ്യേണ്ടത് വെറുതെ ജസ്റ്റ് അത് മേലെ നിന്ന് ജസ്റ്റ് ഒന്ന് ഫോഴ്സ് കൊടുത്താൽ മതി, ഇതിനുള്ളിൽ കയറി പോയിക്കോളും. ഈ ഒരു 2 കട്ട് ഇതിനുള്ളിൽ കയറ്റി വെക്കുക, നേരെ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ഇവിടെ 2 സ്ക്രൂ ഉണ്ട്, ഈ 2 സ്ക്രൂ കൂടി ഇട്ടാൽ ഇത് നല്ലോണം ഫിക്സ് ആവും. പിന്നെ നമുക്ക് താഴെ സപ്പോസ് ബോൾട്ട് ലൂസാക്കാൻ ആരെങ്കിലും, ഇപ്പോൾ കള്ളന്മാരൊക്കെ ആരെങ്കിലും ബോൾട്ട് ലൂസാക്കാൻ ശ്രമിച്ചാലും ഇവിടുന്ന് ലൂസായി തിരിഞ്ഞുകൊണ്ടൊക്കെ ഉള്ളൂ, കഴിഞ്ഞ് കിട്ടിയിരുന്നില്ല. സ്റ്റാറിൻ്റെ പ്രോപ്പർ സ്ക്രൂ ഡ്രൈവർ ഇത്തിരി ചെറുതിൻ്റെ അടുത്തില്ല, നല്ല ചെറിയ സ്ക്രൂ ആണ്. സോ അങ്ങനെ ഒരു ക്ലീൻ ഫിനിഷ് കിട്ടി നമ്മൾക്ക് കാണാൻ പറ്റും. സോ ഒരു അൺഫിനിഷ് ലുക്കൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്, നല്ല നീറ്റായിട്ടുണ്ട് സംഭവം. സോ ഇതിനെ നമ്മൾക്ക് ടോപ്പ് ബോക്സ് ഫിറ്റ് ചെയ്തിട്ട് നോക്കാം. സോ എനിക്ക് വലിയ ഐഡിയ ഇല്ല എങ്ങനെ ഫിക്സ് ചെയ്യേണ്ടത്. സോ ഏകദേശം യൂട്യൂബൊക്കെ കണ്ടിട്ടുള്ള ഒരു ഐഡിയയിലാണ് ഞാൻ ചെയ്യുന്നത്. സോ ഈ 2 ലോക്കിലേക്ക്, അതായത് ഈ 2 ലോക്കിലേക്ക് ടോപ്പ് ബോക്സിൻ്റെ ഈ 2 ലോക്ക് അവിടെ പോയിട്ട് ലോക്ക് ആവണം. സോ ജസ്റ്റ് നോക്കാം. സോ അവിടെ കയറി വന്നിട്ടുണ്ട്. ഓക്കെ, ലോക്കായി. നല്ലൊരു ഹാർഡ് വർക്കിന് ശേഷം നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക്. സോ ഇതാണ് അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം. ഇത് ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് ടേൺ ചെയ്യുക, ഈ ബട്ടൺ ഒന്ന് പുഷ് ചെയ്യുക, അതായത് ഈ ബട്ടൺ ഒന്ന് പുഷ് ചെയ്യുക, മേലോട്ട് പ്രസ് ചെയ്യുക, കാരണം കഴിഞ്ഞു. സോ ഉള്ളിലും അത്യാവശ്യം നമുക്ക് കാണാൻ കഴിയും, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉണ്ട്. സോ 2 ലോക്കിംഗ് മീൻ ഫുള്ളായിട്ട് ഓപ്പൺ ആയതുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 2 ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് ഇവിടെ, പ്ലാസ്റ്റിക്കിന് അത് വരുന്നത്. സോ അത് ഫോൾഡ് ചെയ്യുമ്പോൾ, സോ അത് ക്ലോസ് ചെയ്യുമ്പോൾ താനെ ഫോൾഡ് ആയിട്ട് ഉള്ളിലേക്ക് പോകും. സോ നേരെ വന്നിട്ട് ഇവിടെയെങ്കിലും ലോക്കാവും. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. സോ ഇവിടെ ഒരു കുഷ്യനൊക്കെ വരുന്നത് കാരണം ബാക്കിൽ ആരെങ്കിലും പാസഞ്ചർ യാത്ര ചെയ്യുമ്പം അവർക്ക് സുഖമായിട്ടിരുന്ന് ചാരിയിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും ലോങ് റൈഡൊക്കെ പോകുമ്പോൾ. സോ അങ്ങനെ നമ്മളുടെ ടോപ്പ് ബോക്സ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇതാണ് ടോട്ടൽ ആ ഒരു വണ്ടിയുടെ ഒരു ലുക്ക് ടോപ്പ് ബോക്സ് ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ളത്. മൊത്തത്തിലൊരു അഡ്വഞ്ചർ ഒരു ബൈക്കിൻ്റെ ലുക്ക് കുറച്ചുകൂടി എൻഹാൻസ് ആയിട്ടുണ്ട് ടോപ്പ് ബോക്സ് വന്നതിന് ശേഷം. So that's all for today. വേറെ നല്ലൊരു വീഡിയോ നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. Till then, bye.